സ്ത്രീകൾ ഉന്നതങ്ങൾ കൈവരിക്കുമ്പോഴും പലപ്പോഴും അവരുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടായിട്ടില്ല. സമൂഹത്തിൽ സ്ത്രീകളോടുള്ള നിലപാടിന് മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ സ്ത്രീകളോടുള്ള നിലപാടിൽ മാറ്റമുണ്ടാക്കിയെടുക്കാനുള്ള നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്താൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് വനിതാ കമ്മീഷൻ ഈ വർഷം പറന്നുയരാം കരുത്തോടെ എന്ന് പുതിയ തലമുറയോട് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കണം എന്ന് ആലോചിച്ചത്. ആ ക്യാമ്പയിൻ്റെ അംബാസഡറായിട്ട് ആരെ നമുക്ക് നിശ്ചയിക്കാം എന്നാലോചിച്ചപ്പോൾ ഞങ്ങൾ ഐകകണ്ഠേന ഒറ്റ മനസ്സോടുകൂടി കണ്ടിട്ടുള്ള പേര് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായിട്ട് മാറിയിട്ടുള്ള മലയാളത്തിൻ്റെ നടി ശ്രീമതി മഞ്ജു വാര്യർ. തന്നിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകൾ അത് ഒരിക്കലും അസ്തമിച്ചുകൂടാ എന്ന് കണ്ടുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭങ്ങളിലും ആ തന്നിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകൾ അതിനെ മാറ്റുരച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കേരളീയ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ മലയാള സിനിമാ രംഗത്ത് എങ്ങനെയാണ് മികവുറ്റ സംഭാവനകൾ നൽകുക എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിത പന്ഥാവിൽ ഏറ്റവും അധികം അഭിമാനത്തോടുകൂടി ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വിസ്മരിക്കാൻ പറ്റാത്ത ഒട്ടേറെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാനിടയായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാന താരമായിട്ടുള്ള ശ്രീമതി മഞ്ജു വാര്യരെയാണ് ഞങ്ങൾ ഐകകണ്ഠേന ഈ പരിപാടിയുടെ അംബാസഡറായിട്ട് കണ്ടിട്ടുള്ളത്. ഒരു ഫോൺ കോളിലൂടെ സംസാരിച്ചടുത്ത് പരിചയമില്ലെങ്കിലും ഒരു ഫോൺ കോളിലൂടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അന്ന് പറഞ്ഞു, വിദ്യാർത്ഥിനികൾ കുട്ടികളും അതുപോലെ തന്നെ NSS വോളണ്ടിയർമാരും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റുമാരും ഒക്കെയാണ് ഈ സദസ്സിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈമനസ്യവുമില്ലാതെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിക്ക് വരാമെന്നേൽക്കുകയും കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ചെയ്തിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഈ അംബാസഡർ, ഈ ക്യാമ്പയിൻ അംബാസഡർ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഭാവിയിൽ ഏറ്റെടുക്കേണ്ടുന്ന നമ്മുടെ ഉത്തരവാദിത്വം ഓരോ പ്രതിസന്ധികളിലും തകർന്നു പോകുന്ന പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ പ്രാപ്തരാക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു MD വിദ്യാർത്ഥിനി സ്ത്രീധനം കൊടുക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാതെ വിവാഹം മുടങ്ങിപ്പോയപ്പോൾ തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനിടയായിട്ടുള്ള ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അത്യന്തം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്.